ഹലോ ഗൈസ്, ഞങ്ങളിപ്പോ പറമ്പിലോട്ട് വന്നൊക്കെയാണേ. വന്നപ്പോ തന്നെ വാതിലിൽ നിൽക്കുന്നുണ്ടാ നമ്മ താറാവും കോഴിയും എല്ലാരും ഉണ്ട് ഇവിടെ. ഇന്ന് സീതപ്പഴം കിളിച്ചെന്ന് നിക്ക പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ടൊന്ന് ഇറങ്ങിയതാ. ബാബാ എല്ലാരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇട് കുഞ്ഞു ചെരുപ്പ് പോയി. കേട്ടോ, ഈ സമയത്ത് ഇവിടെ നല്ല കൊതുവാണ്. അതിനെക്കൊണ്ട് എല്ലാരും ഒഡോമോസ് ഒക്കെ ഇട്ടിട്ടാ ഇറക്കിയത്. അപ്പൊ നമുക്ക് പോയി നമ്മളെ സീതപ്പഴം കണ്ടിട്ട് വരാം. ഇത് റെഡ് ലേഡി അല്ലേ? റെഡ് ലേഡി അല്ലേ? റെഡ് ലേഡി പപ്പായ. ചുവന്ന സീതപ്പഴം. ഓക്കെ, ഒരെണ്ണം താണ്ടേക്കുന്നു അല്ല. ഇത് പക്ഷെ റെഡായി വന്നില്ല. ചെറിയൊരു റെഡ് കളർ വരുന്നുണ്ട്. നല്ല റെഡായിട്ടുള്ളത് ഇപ്പുറത്തുണ്ട്. നല്ല കളറ്. ഇതെപ്പോ പഴുകും? നല്ല ഭംഗിയുണ്ട് കാണാൻ. രണ്ടെണ്ണേ കിളിച്ചിട്ടുള്ളൂ. പ്രൂൺ ചെയ്ത് വിട്ടതിന് ശേഷമാണ് ഇത് കിളിച്ചത്. നമ്മുടെ കായലിന്റെ അടുത്തൂടെ കായലിലൂടെ യാത്രാ ബോട്ട് പോകുന്നുണ്ട്. കാണിച്ചു തരാം, സൂം ചെയ്യട്ടെ. കണ്ടോ? ഗവൺമെന്റിന്റെ ബോട്ടാണ് കേട്ടോ. നമ്മളെ റാവിസ് അതിനകത്ത് ടക്കും കുക്കും ഇവിടെ ഭയങ്കര കളി. ഇവിടെ ഒരാള് കോഴിയൊക്കെ വിളിക്കുന്നു. കോഴി ബാബാന്ന് പറഞ്ഞ് നീയല്ലേ വിളിച്ചത്? ബാബാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവക്ക് പേടിയാവുന്നു. അവക്ക് ഇതൊക്കെ ഭയങ്കര പേടിയാ. സാ ഇങ്ങോട്ട് നോക്ക്, സാ ഇങ്ങോട്ട് നോക്ക്. ഇക്ക ഒരു പുതിയ ചാനല് തുടങ്ങിയിട്ടുണ്ട്. എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പേര് വെച്ചോണ്ട് നമ്മുടെ ഐഷ പെറ്റ് ഫാം എന്ന് പറഞ്ഞതിന്റെ പേര് വെച്ചുകൊണ്ടാണ് നമ്മുടെ ചാനൽ വന്നേക്കുന്നത്. അതായത് നമ്മുടെ ഇവിടെ ഉള്ള ബേഡ്സിന്റെയും ബാക്കിയുള്ള കാര്യങ്ങളും ചെടികളുടെ എല്ലാം കാര്യങ്ങളും അത് കണക്ക് തന്നെ എൻ്റെ ഫ്രണ്ട്സിന്റെ അവിടെയുള്ള ചെടികളുടെയും ബാക്കി അത് അങ്ങനെയുള്ളതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തി, പിന്നെ നമ്മുടെ കുറച്ച് ഫാമിലിയിലുള്ള കുറച്ച് കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഇതാണ്. അപ്പൊ ആ ലിങ്ക് ഒന്ന് അവളെ ഇട്ടേക്കും, ഫാത്തു ഇതിനകത്ത് ഇട്ടേക്കും. അപ്പൊ എല്ലാവരും കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മുടെ കൂടെ കൂടി കുടിക്കും. നിങ്ങൾ പെൺപിള്ളേർക്ക് മാത്രമേ കൊടുക്കത്തോളന്നില്ലല്ലോ, ആൺപിള്ളേർക്ക് കൂടി ലൈക്ക് കൂടുതലും കൊടുക്കണം. എനിക്കില്ലല്ലേ? എന്നിട്ട് ഇപ്പൊ ഞാനെന്ത് പെണ്ണല്ലേ? എനിക്ക് ലൈക്കും ഇല്ല, സബ്സ്ക്രൈബറും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടാ. ഈ വീഡിയോ കാണുന്നവരെല്ലാരും ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കി ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ. ഇവർക്കൊക്കെ നന്നായിട്ട് വിശക്കുന്നു. ഫുഡ് കൊണ്ടുവരുത്തതേ ഉള്ളു ഇപ്പൊ. അതാണ് ലവന്മാര് പിച്ചുന്ന സ്റ്റാർ ഫ്രൂട്ട് കൊത്തി തിന്നാൻ വേണ്ടി നിൽക്കുക എല്ലാരും. മുളക് ഉണ്ടോ നോക്കാവേ, കാന്താരി ഉണ്ടോ നോക്കാം. വീട്ടിലോട്ട് വേണമായിരുന്നു കുറച്ച്. ഇപ്പൊ ഉണ്ട് നമ്മുടെ വെള്ളക്കാന്താരി. അപ്പൊ ഞാൻ ഇത് കുറച്ച് പിച്ചട്ടെ. ഹെലികോപ്റ്റർ ബജീസിനെ കാണാം. വാ, ഹെലികോപ്റ്റർ ബജീസ്. പിന്നെ വേറെന്തൊക്കെയാ പേരിലുണ്ട്. സാധനങ്ങളുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ഇക്കായ്ക്ക് അറിയാവും എന്റെ പേരുകൾ. ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോവാം.
സത്യം പറഞ്ഞ ഒരെണ്ണത്തിന് നമുക്ക് കളഞ്ഞു കിട്ടിയതായിരുന്നു. അപ്പൊ ഇക്ക ഒരെണ്ണത്തിനും കൂടെ പേര് മേടിക്കാന്നും പറഞ്ഞു പോയതാ. എന്നിട്ട് ഇത്രേ ആയി. ഇപ്പൊ കൊറേ ഉണ്ട്. ഇപ്പൊ കൊറേ ഉണ്ടല്ലോ അക്ക. ആ മുതുകത്ത് പോയിരുന്നില്ലേ ഹെലികോപ്റ്റർ ബജ്ജീസ്. കണ്ട നമ്മുടെ ലവ് ബേർഡ്സ്. നല്ല രസമുണ്ട് എല്ലാരും. കൂടൊക്കെ നമുക്ക് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൂട് മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മളെ മൾബറി എന്തായെന്ന് നോക്കിട്ട് വരാവേ. അപ്പോഴാ ഇത് നമ്മൾ വെച്ച തെങ്ങാണ് ഇത്. ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ എല്ലാവർക്കും. നമുക്ക് ബ്രസീലിയൻ മൾബറി കാണാം. അന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എവിടം വരെ ആയെന്ന് നോക്കാം. വളർന്നോ അതോ പൊഴിഞ്ഞു പോയോ നോക്കാം. റെഡിയായി വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കോട്ട് കുറച്ച് നിപ്പുണ്ടേ, എനിക്കത് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചകത്തോട്ട് നിപ്പുണ്ട്. എന്തായാലും വിളയട്ടെ, കാത്തിരിക്കാം, വെയിറ്റ് ചെയ്യാം. ആദ്യമായിട്ട് കിളിച്ചല്ലേ. നമ്മുടെ കായല് അത് ബോട്ടിയാടാണേ കാണുന്ന. അങ്ങോട്ടൊക്കെ പിന്നെ കാട് കയറി കിടക്കുക. കണ്ടോ, വേണ്ട നമ്മുടെ ചൈനീസ് ഓറഞ്ച്. ഞാൻ ചൈനീസ് ഓറഞ്ചിന്റെ സ്വീറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നേ, പക്ഷെ അതിന്റെ യഥാർത്ഥ പേര് ചൈനീസ് ഓറഞ്ച് എന്നല്ല. കാണിച്ചു തരാം. അത് നമുക്ക് തൊലി ഉൾപ്പെടെ നമുക്ക് കഴിക്കാൻ പറ്റും. അത് ഇതുവരെ വിളഞ്ഞിട്ടില്ല കേട്ടോ, പഴുത്തില്ല ഇതുവരെ. കണ്ട, കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. പേരും തൊലി ഉൾപ്പെടെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് പഴുത്ത് വരുന്നുണ്ട്. നല്ല സ്വീറ്റ് ആട്ടോ അത്. മറ്റേത് ഭയങ്കര പുളിയാ, ഒട്ടും തിന്നാൻ പറ്റില്ല. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോ വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണേ. ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടാ.